സൂറെക്സിത് ഡോമിനസ് പേരെ ഹല്ലേലൂയ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഏവർക്കും ഈ പുണ്യ ജൂബിലി വർഷത്തിൽ ആഗതമായ ഈസ്റ്ററിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആദ്യമേ തന്നെ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ നവമായി മാമോദീസ സ്വീകരിച്ചവർ അറിയപ്പെട്ടിരുന്നത് പ്രകാശിതർ എന്നാണ്. ഓരോ ഈസ്റ്റർ മഹോത്സവവും ക്രിസ്തുവാണ് എന്ന നിത്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന പുണ്യമാമോദീസ ദിനമാണ്. പുണ്യമാമോദീസ അനുഭവമാണ്. പാപത്തിൽ മരിച്ച് യേശു ക്രിസ്തുവാകുന്ന പുണ്യപ്രകാശത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണല്ലോ ഈസ്റ്റർ. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ക്രിസ്തുനാഥൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായി സഭ നിലകൊള്ളുന്നതിൻ്റെ ആധാരവും മാമോദീസ സ്വീകരണമാണ്. ക്രിസ്തുവിൽ മരിക്കുകയും ക്രിസ്തുവിൻ എന്നും ജീവിക്കുകയും ചെയ്യുന്ന മാമോദീസ അനുഭവത്തിൻ്റെ നിർണായകമായ വിസ്മയകരമായ സാക്ഷ്യപ്പെടുത്തലാണ് ഈസ്റ്റർ. ഉത്ഥാനം ചെയ്ത ക്രിസ്തു മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിത്യജീവിതത്തിൻ്റെ കൃപയിലേക്കാണ് എഴുന്നള്ളിയത്. പുനരുത്ഥാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. മഹത്വപൂർണമായ സ്വർഗപ്രാപ്തിയിലൂടെ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേർന്നു. ഈസ്റ്റർ എന്ന നവമാമോദീസ അനുഭവത്തിലും നാം കാണുന്നതും ഈ പ്രാപഞ്ചിക സത്യമാണ്. മരണത്തിന് ക്രിസ്തുവിൻ്റെ മേൽ ഇനി അധികാരമില്ല. ക്രിസ്തുവിനോടൊത്ത് ഐക്യപ്പെട്ട് ജീവിച്ചാൽ അവിടുത്തെ കൃപയാൽ നാമും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഈ മണ്ണിനുള്ളവരല്ല, മറിച്ച് വിണ്ണിലുള്ളവരാണെന്നും വിണ്ണിനുള്ളവരാണെന്നും ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവിന് യോഗ്യമായ ജീവിതം നയിച്ച് നവമാമോദീസായാൽ മുദ്രിതരായി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിലൂടെ നടന്ന് ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ഈ മഹാജൂബിലി ഈസ്റ്ററിലൂടെ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ.